മെയിലയക്കാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഇതേപോലെ പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് താഴെ ഏറ്റവും താഴെ സിഗ്നേച്ചറായിട്ട് ഇതേപോലെ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ, അതുപോലെ ലോഗോ, നമ്മളുടെ ഡീറ്റെയിൽസ് മൊത്തം ഇതേപോലെ അടിച്ചു കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ വരണം നമ്മൾ മെയിൽ അയക്കണമെങ്കിൽ. ഈ ഓപ്ഷൻ എങ്ങനെയാണ് ഇവിടെ കാണാൻ അന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഗൂഗിളിൽ കയറിയിട്ട് മെയിൽ സിഗ്നേച്ചറിന് ടൈപ്പ് ചെയ്യുക. അതിൽ ഫസ്റ്റ് വരുന്ന ഈ ലിങ്കിൽ സിഗ്നേച്ചർ ജനറേറ്റർ എന്നുള്ളത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ടെംപ്ലേറ്റ്സുകൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഏതാണ് താല്പര്യം എന്നുള്ളെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു സിഗ്നേച്ചറിൻ്റെ ടെംപ്ലേറ്റ്സ് ആണ് സെലക്ട് ചെയ്തത്. ഇത് താഴേക്ക് ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എഡിറ്റ് സിഗ്നേച്ചർ എന്നുള്ളത്. ഇവിടെ നമ്മൾ എഡിറ്റ് സിഗ്നേച്ചർ കൊടുത്തതിന് ശേഷം നമ്മളുടെ ഡാറ്റാസ്, പേഴ്സണൽ ഡാറ്റ, നമ്മളുടെ പേര്, കാര്യങ്ങൾ, നമ്മളുടെ വർക്ക് കമ്പനി, മൊബൈൽ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ അടിച്ചു കൊടുക്കുക. പേഴ്സണൽ ഡാറ്റ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നിൻ്റെ URL ചോദിക്കുന്നുണ്ട്. നമ്മളുടെ ഈ സൈഡിൽ ഫോട്ടോഗ്രാഫ് കാണിക്കുന്നുണ്ട്, അതുപോലെ ലോഗോ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫിൻ്റെ URL ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്കിവിടെ ഫോട്ടോഗ്രാഫ് കയറിയിട്ടുണ്ട്. അതേപോലെ ഓരോന്നും നമുക്ക് ഇതേപോലെ URL ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കിതിൽ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫ് കൊടുത്തു, ലോഗോ കൊടുത്തു, ഇനി നമുക്ക് അതിൻ്റെ ബാനർ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ URL കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഓരോന്ന് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതേ നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുത്തതൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ താഴേക്ക് അതേപോലെ ചെയ്യേണ്ട നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്യാം. അടുത്ത ഓപ്ഷനായ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ സിഗ്നേച്ചറിൻ്റെ സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, ഏത് കളറിലായിരിക്കണം, ഇവിടെ കൊടുത്തിട്ടുള്ള ഈ കളറുകൾ ഏത് ടൈപ്പിലുള്ള കളറുകൾ വേണമെന്നുള്ളത് നമ്മൾക്കിവിടെ തീരുമാനിക്കാവുന്നതാണ്. അത് കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് സോഷ്യൽ മീഡിയ ലിങ്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ ഫേസ്ബുക്ക് വേണമെങ്കിൽ യൂട്യൂബ്, അങ്ങനെ ലിങ്ക്ഡിന്, ടിക്ടോക്ക്, എല്ലാത്തിൻ്റെയും ലിങ്ക് കൂടെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അപ്ലൈ യുവർ സിഗ്നേച്ചർ കൊടുത്താൽ മതി. ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഡാറ്റാസൊക്കെ ഇതിൽ കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യണം. മെയിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം മെയിൽ സെറ്റിങ്സിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സി ഓൾ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗെറ്റ് ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ സിഗ്നേച്ചർ ഇവിടെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ പേര് കൊടുക്കുകയാണ്. ജസ്റ്റ് പേര് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. Ctrl+V അടിച്ചിട്ട് പേസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതൊക്കെ ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ സേവ് ചേഞ്ചസ് എന്നുള്ളത് കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാനായിട്ട് കാണാനായിട്ട് സാധിക്കും. സേവ് ചേഞ്ചസ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ സിഗ്നേച്ചർ നമ്മുടെ മെയിലിൽ ആഡ് ആയിട്ടുണ്ട്. ഇത് ഇനി നമ്മൾക്ക് എന്ത് മെയിൽ അയക്കായാലും നമ്മളുടെ സിഗ്നേച്ചർ എടുക്കുന്ന വഴി കാണിക്കണം. അതിന് നമ്മൾ ഏതെങ്കിലും ഒരു മെയിൽ അയക്കാനായിട്ട് കമ്പോസ് മെയിൽ കൊടുക്കുമ്പോൾ പുതിയൊരു മെയിൽ ഓപ്പൺ ആയി വരുമല്ലോ. അപ്പോൾ അത് നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ താഴേക്ക് പോയിട്ട് ഈ പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെർട്ട് സിഗ്നേച്ചർ എന്നുള്ളടത്ത് ഈ നമ്മുടെ പേരിലാണല്ലോ നമ്മൾ സിഗ്നേച്ചർ അടിച്ചിട്ടുള്ളത്. അപ്പോൾ റഹീം സിഗ്നേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് എല്ലാവരും ഫോളോ ചെയ്യാം. താങ്ക് യു.